ബോസിംഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും റെഡി അല്ലേ? താങ്ക് യു വെരി മച്ച്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വിളിക്കാം. കുറ്റം പറയാൻ വേണ്ടി മാത്രം എത്തുന്ന നമ്മുടെ എല്ലാ ജഡ്ജസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി വരുന്നു ചിരിച്ചുകൊണ്ട് മാത്രം കുറ്റം പറയുന്ന നമ്മുടെ ചിരിക്കുടൻ ചേട്ടൻ. ശ്രീയേട്ടാ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ചേച്ചി കായാറായോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കൊക്കൊന്ന് കണ്ടിട്ട് ചോദിച്ചതാ. ചേച്ചി കായാറായോ? ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്കല്ലേ, അതിനകത്തൊന്നും പിടിച്ച് കളിക്കണ്ട. ഓക്കേ, എനിവേ താങ്ക് യു വെരി മച്ച്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. അടുത്തതായി വരാൻ പോകുന്നത് ആയവർക്കൊണ്ട് മാത്രം കുറ്റം പറയുന്ന നമ്മുടെ ഭരത് സർ ആണ്. ഭരത് സർ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആരംഭിക്കാം. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരോടും വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ആദ്യം വരണം എന്ന് പറഞ്ഞ് എഴുപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഓരോരുത്തരായിട്ട് മാത്രമേ വേദിയിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായി വരുന്നു നിങ്ങളുടെ എല്ലാവരെയും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് മിസ്റ്റർ സച്ചി. സച്ചി, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഹായ് സച്ചി. ഹായ്. എന്തെങ്കിലും കിട്ടിയതായി. How are you, Sachi? എന്തോ? How are you? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. Oh, thank you. What a nice costume, colorful costume. ആർ സെലക്ട് ചെയ്ത ഈ കോസ്റ്റ്യൂം? എൻ്റെ വുഡ് ബി ഗേൾഫ്രണ്ടാ. ഗേൾഫ്രണ്ട് സാന്നിക്കും ഒരു ഗേൾഫ്രണ്ട് കിട്ടിയിരിക്കുകയാണ്. That's a really hot news. എന്താണ് ഗേൾഫ്രണ്ട് പേരെന്താണ്? വിലാസിനി. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് വിലാസിനി. നിങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കും എന്ന് എനിക്കറിയാം. നൈസ് നെയിം. എന്നല്ല, വിലാസിനി. സച്ചി, മൈ ലിപ്സ്റ്റിക്. അല്ല, മല സീസൺ ആണല്ലോ, അപ്പൊ നോമ്പ് പിടിച്ചതിന്റെ പേരിൽ. ഓക്കേ, നോമ്പ് പിടിക്കുമ്പോൾ താഴ് വാൽറ്റും. ഓക്കേ, ഏത് പാട്ട് പാടും? ഞാനൊരു അയ്യപ്പന്റെ ഗാനം പാടും. അയ്യപ്പ പാട്ട്. ശ്രീയേട്ടാ? സച്ചി, അപ്പൊ നമുക്കൊരു ശരണവിളിയോട് കൂടി അങ്ങ് ആരംഭിക്കാം അല്ലേ? തുടങ്ങിക്കോട്ടെ. ഓക്കെ. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സച്ചി, എന്താ ഇത്? തേങ്ങ ഉടച്ചതാ സാർ. തേങ്ങ ഉടച്ചോ? അതെ, ശരണം വിളി കഴിഞ്ഞ് തേങ്ങ ഉടച്ചതിനെ തൊട്ടും ശരണം വിളിക്കണമല്ലോ, അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. സച്ചി, ഓ എന്നതാ ഈ കാണിച്ചേ? ഇങ്ങനെയാണോ തേങ്ങ ഉടയ്ക്കേണ്ടത്? പിന്നെ എങ്ങനെയാ സാർ? തേങ്ങ ഉടയ്ക്കുമ്പോ അത് 2 കഷ്ണം മാത്രമേ ആകാവൂ കേട്ടോ. ഒന്ന് സായും ഒന്ന് പായും. ഇതിപ്പോ ചമ്മന്തി അരിക്കാൻ പോലും പറ്റത്തില്ലല്ലോ സച്ചി. അണ്ണാച്ചി, ചമ്മന്തി അരിക്കാൻ വന്നാണോ അത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നാണോ? സച്ചി, എന്തോ? ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. അതല്ല ചോദിച്ചത്, സംഗീതത്തിലെ ഗുരു. എന്റെ അച്ഛൻ. അച്ഛനോ? എന്താ പേര്? പ്രശസ്തരായ മഹാകവി തങ്കപ്പൻ. മഹാകവി തങ്കപ്പനോ? ഞങ്ങള് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ പാട്ട് പാടുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വാമി അയ്യപ്പന്റെ പാട്ട് പാടും. ഓക്കേ, ആ പാട്ട് പാടിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക് സച്ചി. അതെ, അല്ല പോയാ തുടങ്ങാം സാർ. കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, അയ്യനേ ശിങ്കാരവേലനേ ശരണം, മാളികപ്പുറത്തമ്മ ദേവിയേ ശരണം, ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, വാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം. മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, വാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം. മാമല മലമേലെ മണികണ്ഠൻ സന്നിധാനം, വാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം. സംവിധാനം അയ്യപ്പ സംവിധാനം,
സംവിധാനം അയ്യപ്പ സംവിധാനം സംവിധാനം അയ്യപ്പ സംവിധാനം. താങ്ക് യു. Wow, 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 Sachi, that was idiotic, fantastic, and googling. വളരെ നന്നായിരുന്നു ആർച്ച് പോൾസ് പാടി. ഭരത് sir, സച്ചി ഓ സംഗതി പോയല്ലോ. എവിടെയാ? ശ്രദ്ധിക്കണം കേട്ടോ, ആ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ആ. പിന്നെ അത് മാത്രമല്ല, ഈ സച്ചിക്ക് എപ്പോഴും സച്ചിയുടെ ഒരു ഷാർപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെ മോനെ, ഇതോ ടെമ്പോ വന്നില്ലല്ലോ. ഓട്ടർഷക്ക പോന്നേ. ആ, ഭയങ്കര ശ്രുതി എവിടെ? ശ്രുതി സ്കൂളിൽ പോയി പരീക്ഷയല്ലേ, കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ മോനെ ഒരു കാര്യം ആ ടോപ്പ് ഒന്ന് പാടിയേ. ഏതാ? ഇപ്പൊ ടോപ്പ് പാടിയില്ലേ, ഒന്ന് പാടി. സംവിധാനം അയ്യപ്പ സംവിധാനം സംവിധാനം അയ്യപ്പ സംവിധാനം. മോനെ, ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു മോനെ, ടോപ്പ് പാടുമ്പോൾ ശ്രദ്ധിക്കണേ. നോക്കൂ. അല്ല, കൈ മാത്രം വന്നുള്ളൂ, തൊണ്ടേന്ന് പോകുന്നില്ല. തൊണ്ടയ്ക്ക് സുഖമില്ല മോനെ, അതെ, പ്രാക്ടീസ് ചെയ്തിട്ട്. അത് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, അത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ മാ പോയി, ഞാൻ പേജ് എഴുതി തോറ്റു മോൻ്റെ കുറ്റങ്ങൾ എഴുതി. മാ പോയി, സാ പോയി, യാ പോയി, രാ പോയി, പാ പോയി, എവിടെയൊക്കെ പോയത് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ സച്ചി പാടി വന്നപ്പോഴേ ഗമ വന്നില്ല, എന്ത് പറ്റി? ഫ്ലാറ്റിന്റെ കൈ കിട്ടിക്കോട്ടെ, അപ്പ കാണാൻ്റെ ഗമ. കൊള്ളാം. പിന്നെ ഋഷഭം അങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ ഓൺ ഷഡ്ജം ഇട്ട് പാടിയായിരുന്നു. ഇട്ടായിരുന്നു. പറഞ്ഞത് മനസ്സിലായോ? ആ, ഈ മോൻ പാടി അസലായി പാടി വന്നപ്പോഴോ, അസലായിട്ട് പാടി വന്നു കഴിഞ്ഞ് ഋഷഭം കഴിഞ്ഞതിന് ശേഷം മോൻ ഷഡ്ജ് ഇട്ടിരുന്നോ? ഞാൻ സത്യം പറയാലേ, ഞാൻ രാവിലെ പല്ല് തേച്ച് കുളിച്ച് പൗഡർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഷഡ്ജം. ഇട്ടിരുന്നു. ഉറപ്പാണത്? ഉറപ്പാണ്. ഇല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ, അടുത്ത പ്രാവശ്യം പാടാൻ വരുമ്പോ ഷഡ്ജ് ഇട്ട് പാടണം. ഓ, തീർച്ചയായിട്ടും മറക്കൂല. ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് പോയിന്റ്സിലേക്ക് കടക്കാം. ഭരത് സർ എത്ര പോയിന്റ് കൊടുക്കും? ഇത്രയും മനോഹരമായ പാടിയ സ്ഥിതിക്ക് ഞാനൊരു 40 മാർക്കം കിട്ടും. ഓക്കെ, ഭരത് സർ 40 ഇട്ടിരിക്കുകയാണ്. ശ്വേത? എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാനൊരു 50 അങ്ങ് ഇട്ടു. ഓക്കെ, ശ്വേതൻ 50 ഇട്ടിരിക്കുകയാണ്. 50 + 40 ടോട്ടൽ 70 ആയിരിക്കുകയാണ്. സാച്ചി എന്ത് തോന്നുന്നു? ഞാനും വിട്ടൊരു 50. നല്ലൊരു ഫുള്ള് മേടിക്കാൻ തയ്യുള്ളൂ. അച്ചാർ കരുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ പേടിച്ചു പോയി. ഇനി വാട്ട് 50 രൂപയല്ലേ കുറവ്? അസലായിട്ട് തെണ്ടിക്ക്. നല്ല ഈ ഷഡ്ജത്തിന്റെ പ്രിയമുള്ളവരെ കണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ. എങ്ങനെയൊക്കെ പാടിയാലും എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇപ്പം പെട്ടില്ലേ ഷഡ്ജം ഇട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും എൻ്റെ 9ാം റൗണ്ടിൽ തീർച്ചയായിട്ടും ഒന്നല്ല ഒരു 4എണ്ണമെങ്കിലും ഞാൻ ഇട്ടിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അതിൻ്റെ പേരിൽ ഫ്ലാറ്റ് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാട്രിക്സ് ISSRS സ്പേസ് സച്ചിദാനന്ദൻ SHT നന്ദൻ. താങ്ക് യു. Okay, thank you very much, Sachi. Best of luck for your next round, Sachi. ഓക്കെ, Sachi. ഇതൊക്കെ ഉള്ളൊരു മെച്ചല്ല ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ചേട്ടാ, നമുക്ക് നമ്മുടെ സെക്കൻഡ് കോntestant വിളിക്കാം. ഓക്കെ, അടുത്തതായി വരാൻ പോകുന്ന പെർഫോമൻസ് റൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോntestant മിസ് മായയാണ്. മിസ് മായ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ലാസ്റ്റ് ടൈം വന്നപ്പോ ഒരു തോൾസ് കാതറെല്ലാം ചൂടി സെറ്റ് മുണ്ടെല്ലാം എടുത്ത് വന്ന മായാണോ എന്റെ മുമ്പിൽ നിൽക്കുന്ന? ശരിക്കും ഇത് പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. അപ്പൊ നർമാദിക്കാന്ന് കരുതി. Anyway, you are looking so hot. ഹെയർ എല്ലാം കളർ ചെയ്തു. ഹെയർ കളർ ചെയ്തില്ല, രാവിലെ ഇഷ്ടിക ചുമക്കാൻ പോയിട്ട് പിന്നെ കുളിക്കാൻ സമയം കിട്ടിയില്ല. ഇവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും എങ്ങനെയാണ് എവറി ടൈം കോമഡി പറഞ്ഞ് നമ്മളെ ചേർപ്പിച്ച് കൊള്ളും. ഇതെന്ത് ആളിൽ വയറോ? ആളിൽ വയറില്ല, കൂടെ വേറ. നന്നായിട്ടുണ്ട്. ഏത് പാട്ട് പാടും? ഏ മേരദിൽ. ശ്വേത? ഓക്കെ, പാടിക്കോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് മായ.
I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, speaking fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to say that. Wow, Maya, what was that? That was really hard. വളരെ നന്നായിരുന്നു. ആടിച്ച് പൊളിച്ച് പാടി. വരച്ച? മോളെ എന്നതാ മോളെ കാണിച്ചു കൂട്ടിയത്? എന്നാ മുടിഞ്ഞ സംഗതിയാ. ദൈവം മോൾക്ക് ആവോളം സംഗതി അങ്ങ് വാരിക്കോരി തന്നേക്കുക. മോള് ഇവിടെ നിന്ന് ആദ്യം തുള്ളിച്ചാടിയപ്പോഴേ ആദ്യം വലിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ തുള്ളിച്ചാടൽ കൂടിയപ്പോഴേ എന്നാ സംഗതിയാ. ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മോള് അസലായി പാടിയെങ്കിലും എവിടെയൊക്കെ പോയില്ലേ? ആ മോൾക്ക് മനസ്സിലായോ എവിടെയാ പോയെന്ന്? മനസ്സിലായോ എവിടെയാ പോയേ? ഇരുന്നപ്പോ. ആ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം മോളെ. അങ്ങനെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല കേട്ടോ. ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആ സൈഡിലോട്ട് തിരിഞ്ഞു നിന്നുള്ള പെർഫോമൻസ് ഇല്ലേ, എന്ത് രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. അയ്യോ അത് തന്നെ വേണ്ട. പിന്നെ മോള് പാടി കഴിഞ്ഞപ്പോഴേ ഈ സായും പായും ഒക്കെ പാടിയില്ലേ, അപ്പം സാ മുകളിൽ പോകണം, പാ താഴെ വരണം, എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് തിരിഞ്ഞ്. മായ രണ്ട് വള്ളിയിലാണല്ലോ നിൽക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണുമക്കളിയാണല്ലോ. പൊട്ടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ അറിയോ? പട്ടം പോലെ അങ്ങ് പറന്നങ്ങ് പോയിട്ടോ. ശ്രദ്ധിക്കണേ. അസല് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, അസല് പെർഫോമൻസ് ആയിരുന്നു. എത്ര പോയിന്റ്സ് കാണിക്കാം? നമ്മളെയൊക്കെ ഇങ്ങനെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചതല്ലേ, ഞാനൊരു 100 മാർക്ക് അങ്ങ് കിട്ടു. Okay, that's really great. ആറ് മാർക്കാണ് ഒരു കണ്ടസ്റ്റന്റിന് 100 മാർക്ക് കിട്ടുന്നത്. ശ്വേത? എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാനൊരു 100 മാർക്ക് അങ്ങ് കൊടുത്തു. ഇതും ആറ് മാർക്കാണ്, വളരെ അത്ഭുതകരമായിരിക്കുന്നു. ആറ് മാർക്ക് ഒരു കണ്ടസ്റ്റന്റ് 100 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. മായ, ആർ യു ഹാപ്പി? വളരെയധികം സന്തോഷം. സന്തോഷമുണ്ട്. എനിക്ക് വോട്ട് അഞ്ചിക്കാലോ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് തന്നെ. അതോടൊപ്പം തന്നെ ഇനി ഇത് 8ാമത്തെ റൗണ്ട് മത്സരമാണ്. ഇനിയിപ്പം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വോട്ടും ഇതൊന്നും എനിക്ക് വേണ്ട.
നിങ്ങൾക്കറിയോ, ഈ ലെവലിലെത്താൻ വേണ്ടി വന്നപ്പോ തന്നെ എനിക്ക് കുടുംബം വരെ പണയം വെക്കേണ്ടി വന്നു. എനിക്ക് ഓടിയോടത്. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണ്ടത്. എനിക്ക് ജീവിതത്തിൽ ആരെങ്കിലും എനിക്കൊരു ജീവിതം മാത്രം തന്നാ മതി. ഓടിയോടത്. എനിക്കൊരു ജീവിതം തരാൻ ആരുമില്ലേ? എനിക്ക് ഫ്ലാറ്റ് ഒന്നും വേണ്ട. മോളെ, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാ. ദേ ഈ ഞാറക്കല് നല്ല ചൊള്ള പിള്ളേരുണ്ട്, അവരോട് ചോദിക്കേ. നിങ്ങളോടായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ഈ സാറന്മാര് പറഞ്ഞ പോലെ ഇവിടെ ആരെങ്കിലും ഒരാൾ എനിക്കൊരു ജീവിതം തരാൻ മനസ്സുണ്ടെങ്കിൽ ഈ സ്റ്റേജിന്റെ പുറകിലേക്ക് വന്നാൽ മതി. ഒരു 11:30 വരെ ഞാൻ ഈ സ്റ്റേജിന്റെ പുറകിലുണ്ടാവും. അത് കഴിഞ്ഞ് ആരെങ്കിലും വന്നില്ലെങ്കിൽ നോക്കിക്കോ, സത്യമായിട്ട് നേരം വെളുക്കണവരെ ഞാൻ നിൽക്കും. ഞാനുണ്ട്, ബാ. സംവിധാനം, ഇന്നത്തെ സംവിധാനം. എവിടുന്ന ഒരു ജീവിതം കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.